രാവിലെ തന്നെ ഒരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. ഇതാണ് നമ്മുടെ റൂം. അവിടെ ഡ്രസ്സുകളൊക്കെ ഇളക്കിയിട്ടുണ്ട്. അവിടുന്ന് എണീറ്റിട്ടില്ല. നേരം വിളിച്ചാകുമ്പോഴേ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞ് നല്ല വെയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് എടുത്തേ ഉള്ളൂ. ഞങ്ങളുടെ വില്ലയാണ്. ഞങ്ങൾ അബുദാബിയിൽ ഞങ്ങൾ താമസിക്കുന്ന വില്ല ബനിയാസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ വില്ലയിലേക്ക് കുറച്ച് ഉള്ളിലോട്ട് വന്നിട്ടാണ് നമ്മുടെ റൂം. ഇവിടെ സൈഡിൽ റൂംസൊക്കെ ഉണ്ട്. ഇവിടെയുണ്ട് റൂംസ്. അത് കഴിഞ്ഞ് ചെറിയൊരു കുട്ടികൾക്കൊക്കെ പ്ലേയിങ് ഏരിയ പോലെ സ്പേസ് ഉണ്ട്. എൻ്റെ കുട്ടികളോടൊക്കെ വന്ന് കളിക്കാറുണ്ട് കേട്ടോ. അപ്പുറത്തെ പാകിസ്ഥാനി ഒരു ഫാമിലി ഉണ്ട്, അവരുടെ കുട്ടികളായിട്ട് കളിക്കാറുണ്ട്. ഇവിടെയുണ്ട് റൂംസ്. ഈ റൂമായിരുന്നു നമ്മൾ ആദ്യം നോക്കിയിരുന്നത്, പിന്നെ നമുക്കത് കിട്ടിയില്ല. പിന്നെ ഇനി നമ്മൾ പുറത്തോട്ട് ഇറങ്ങാണ്. വില്ലേൻ്റെ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് എടുക്കുന്നത് നമ്മുടെ കാർ തന്നെ കേട്ടോ. ഏട്ടൻ അവിടെ ഓഫീസ് കാറാണ്, യൂസ് ചെയ്യുന്ന കാറാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വില്ല ഇതാണ്. ഇവിടെ വില്ലാസിനൊക്കെ നമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ വില്ലയാണത്. ഇതിൻ്റെ മുമ്പിൽ തന്നെ 2 വലിയ ഈന്തപ്പനയുണ്ട്. അതിൽ ഫുള്ള് കായകൾ കണ്ടില്ലേ, അങ്ങനെ വീണ് കിടക്കുകയാണ് നിലത്ത്. ആരും പറക്കി കൊണ്ടുപോകണം ഒന്നുമില്ല. അവിടെ കിടന്ന് ഉണങ്ങിപ്പോവും. എത്ര ആണല്ലോ, കുറേ വീണ് കിടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ മുകളിലും ഉണ്ട്, കുറേയൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ വില്ലേൻ്റെ പരിസരം. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. കാരണം ആ കാണുന്നതൊക്കെ അറബി വില്ലാസാണ്. വലിയ വലിയ വില്ലാസൊക്കെ അറബി വില്ലാസാണ്. അതൊക്കെ അറബി വില്ലാസാണ് ആ ഫ്രണ്ടിൽ കാണുന്നതൊക്കെ. പിന്നെ ഇവിടെ ഈ വില്ല തൊട്ടിട്ട് നമ്മുടെ ഈ വില്ലയൊക്കെ അതുപോലെ റെൻറ്റിന് താമസിക്കുന്ന വില്ലാസാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ സൈഡ് കൂടെ ഒരു വഴിയുണ്ട്. നമുക്കിതൊരു ഷോർട്ട് കട്ട് പോലെ അപ്പുറത്തെ റോഡിലേക്ക് കിടക്കാം. നമ്മളവിടെ നിന്ന് ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളിങ്ങോട്ട് മാറി. അവിടെ റൂം ചെറുതായതുകൊണ്ട് നമ്മൾ പിന്നെ പതുക്കെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ ഇങ്ങോട്ട് മാറി. അങ്ങോട്ട് നമുക്ക് വേറൊരു ദിവസം പോകാം ആ ഏരിയയ്ക്ക്. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. കാണുന്ന ബിൽഡിങ് സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ ഒരു ബോട്ടൊക്കെ ഓടുന്നിട്ടുണ്ട്. പഴയ കാലത്തെ ബോട്ടാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് കാലമായി ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് കാണുകയാണ്. ഇത് ആരുടെ ഏത് വീട്ടുകാരുടെ ഒന്നും അറിയത്തില്ല. അവിടെ ഉണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് പോലെയാണ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം. കുട്ടികളൊക്കെ ഇതിൻ്റെ മുകളിൽ കയറി കളിക്കാറൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുട്ടികളും അവിടെ അപ്പുറത്തെ പാകിസ്ഥാനി കുട്ടികളും അവരെല്ലാവരും കൂടി ഇവിടെയൊക്കെ ചിലപ്പോൾ ഇറങ്ങി കളിക്കും. അപ്പോൾ അവർ വന്നിട്ട് കളിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. പിന്നെ ഒരുപാട് പുറത്തോട്ട് ഇറക്കാറില്ല. രാവിലെ ആയി കഴിഞ്ഞാൽ ഒന്നാമത് നല്ല വെയിലാവും. പിന്നെ വണ്ടിയൊക്കെ വരുന്ന ഏരിയ ആയതുകൊണ്ട് നമുക്കൊരു പേടിയാണ്. പിന്നെ ഇവിടെ റോഡ് 2 സൈഡിലും അവിടെ ചെറിയൊരു റൗണ്ട് അബൌട്ട് പോലെ. പിന്നെ അത് കഴിഞ്ഞ് അവിടെയും ഫുള്ള് റോഡ്. ബാക്കി കാണുന്നത് കംപ്ലീറ്റ് അറബിക് വില്ലാസാണ് കേട്ടോ. വലിയ വലിയ വില്ലാസാണ്. ഒരു സൈലൻറ്റ് കാം ആൻഡ് ക്വയറ്റ് ഏരിയയാണ്. അപ്പോൾ ഇത് രാവിലെ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്ര കൂളായിട്ട് ഇറങ്ങിയെന്ന് വീഡിയോസ് എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നേരത്തൊക്കെ നല്ല വെയിലായിരിക്കും. വെയിൽ കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. കണ്ണുപോലും നേരെ നോക്കാൻ പറ്റത്തില്ല, അത്രയും വെയിലായിരിക്കും. ഇപ്പോൾ കുട്ടികളും ഹസ്ബൻഡൊന്നും എണീറ്റിട്ടില്ല. അവരവിടെ നല്ല ഉറക്കത്തിലാണ്. ഇപ്പോൾ വെയിൽ ഇല്ലാത്ത സമയത്തുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. കുറേ കാലമായി യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു മോർണിംഗ് വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. നമ്മൾ വീണ്ടും വില്ലയിലേക്ക് തിരിച്ചു പോവാണ്. ജസ്റ്റ് നമ്മുടെ വില്ലേൻ്റെ ഏരിയ ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് ഇട്ടു. ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ. നമുക്ക് എന്തെങ്കിലും യൂട്യൂബൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇനി പിന്നെ കാണാം അടുത്തൊരു വ്ളോഗായിട്ട്.